തന്റെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വലിയൊരു പ്രസംഗം നടത്തി, നല്ലൊരു പ്രഭാഷണം. ആ പ്രഭാഷണം ജനങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ടു. അന്ന് ആ സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചു, നബിയെ, അങ്ങേക്കാൾ അറിവുള്ള ആളുകൾ ആരെങ്കിലും ഈ ഭൂമുഖത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിഷയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞില്ല, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, അങ്ങനെ കരുതാൻ പാടില്ല എന്ന്. അത് പ്രവാചകന്റെ അടുത്ത് തെറ്റല്ല കേട്ടോ, പ്രവാചകന്മാർ തെറ്റിയതു എന്ന് പറയാൻ പാടില്ല. അത് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചരിത്രത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം പറയേണ്ടിയിരുന്നത് അള്ളാഹു ആയാലും എന്നാ പറയേണ്ടിയിരുന്നത്. നേരെ മറിച്ച് അത് ഇനി ആരുമില്ല, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു പോയി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി. 2 സമുദ്രങ്ങൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലത്ത് എന്റെ ഒരു അടിമയുണ്ട്, ആ അടിമന്റെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്ന് മൂസാ നബി തങ്ങളോട് അള്ളാഹു പറഞ്ഞു. അപ്പൊ നിങ്ങളെക്കാൾ ഇൽമുള്ള ഒരാളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്, അക്കാലത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അത് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അങ്ങനെ ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ചെങ്കടലിന്റെ ശാഖയായ അഖബ യുഎസ്, അത് രണ്ടും നമ്മൾ കാണും കേട്ടോ. അഖബയും യുഎസും നമ്മൾ കാണും. സൂയസ് അത് നമ്മൾ ഈജിപ്തിലേക്ക് പോകുമ്പോൾ കാണും. അത് കൂടിച്ചേരുന്ന സ്ഥലത്താണ് ഇത് എന്ന് ഒരു അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷ അഭിപ്രായം തൊഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മൊറോക്കോയിലാണ് തൊഞ്ച. ജിബ്രാൾട്ടർ കടലെടുക്കും മെഡിറ്ററേനിയൻ കടലും ചേരുന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് മജ്മഉൽ ബഹ്റൈനി. 2 കടലുകൾ, ഈ പറഞ്ഞ 2 കടലിനാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു വാല് പിളർന്നിട്ടാണ് പിന്നെ ചെങ്കടൽ ഉണ്ടാകുന്നത്. അവിടെയാണ് അക്കബ ഉൾക്കടൽ, മറ്റൊന്ന് സൂയസ്. ഈ അക്കബ ഉൾക്കടലും സൂയസും ചേരുന്ന സ്ഥലമാണ് എന്ന് ഒരഭിപ്രായം. അതാണ് 2 ബഹ്റ് ചേരുന്നത്, മജ്മഉൽ ബഹ്റൈൻ, 2 കടലുകൾ ഒന്നിക്കുന്ന സ്ഥലം. യഥാർത്ഥത്തിൽ കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത് തൊഞ്ച മൊറോക്കോയില. തൊഞ്ച എന്ന് പറഞ്ഞാൽ മൊറോക്കോയിലാണ്. ജിബ്രാൾട്ടർ കടലെടുക്ക് അവിടെയാണ്. അവിടെ നിന്ന് മെഡിറ്ററേനിയൻ കടലും അതും ചേരുന്നുണ്ട്, ആ സ്ഥലത്താണ് എന്നും പറയപ്പെടുന്നു. അത്രയതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയൂ, കൃത്യമായി എവിടെ നമുക്കറിയില്ലല്ലോ. അങ്ങനെ അവിടെ ആ മെഡിറ്ററേനിയന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അവിടെ അറ്റ്ലാന്റിക്കുമായി ചേരുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ജിബ്രാൾട്ടർ കടലെടുക്ക്, അതിന്റെ കിഴക്ക് മെഡിറ്ററേനിയൻ കടല്, അവിടെ പടിഞ്ഞാറ് അറ്റ്ലാന്റിക്കുമാണ്. അതൊക്കെ കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട്, മജ്മഉൽ ബഹ്റൈനി എന്ന് പറയുന്ന സ്ഥലം. എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. അതായത് 60-ാമത്തെ ആയത്ത് പരിശുദ്ധമായ അൽ കഹ്ഫ് സൂറത്തിൽ. അവിടെ വഇദ് ഖാല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഫതാഹു, അദ്ദേഹത്തിന്റെ യുവാവിനോട്. ആ മൂസാ നബിയുടെ യുവാവ് എന്നതുകൊണ്ട് ഉദ്ദേശം പെങ്ങളെ കുട്ടിയാണ്. മൂസാ നബിന്റെ ചെറുക്കൻ എന്നൊക്കെ നമ്മൾ പറയില്ല മലയാളത്തിൽ എന്ന പോലെ, അതെന്നാ നമ്മുടെ ചെറുക്കൻ എന്നൊക്കെ പറയുമല്ലോ, അത് അടുത്ത ബന്ധം നമ്മൾ അങ്ങനെ പറയാം മൂസ. അപ്പൊ അതുകൊണ്ട് തന്നെ അറബികൾ ഇദ്ദേഹത്തെ ഫതാ മൂസ എന്നാ പറയാം. യൂസഫ് എന്ന് പറയൽ കുറവാണ്, ഫതാ മൂസ എന്ന് പറയും. ഇവിടെ എന്താണ് ഈ ചരിത്രത്തിന്റെ പ്രാധാന്യത എന്ന് ചോദിച്ചാൽ, ഫിറഔന്റെ നാശം നിങ്ങൾക്കറിയാം. അത് നമ്മൾ പറയും, ഈജിപ്തിലേക്ക് ഇറക്കുമ്പോൾ ഫിറഔന്റെ